ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോളിക് ടർബൈൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ് നമുക്കറിയണം. ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ടർബൈൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രോളിക് എനർജിയാണ്. ഹൈഡ്രോളിക് എനർജി എന്ന് പറയുമ്പോൾ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ആ വാട്ടർ കൊണ്ടുണ്ടാവുന്ന എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ടർബൈൻ ഒന്നുകൊണ്ട് ചെയ്യേണ്ടത്. ആ ടർബൈനിനെ നമുക്ക് ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ജനറലി ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും കൺസിസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഹാവ് എ റോസ് ഓഫ് ബ്ലേഡ്സ് ഫിറ്റഡ് ടു ദ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഓർ എ റൊട്ടേറ്റിംഗ് പ്ലേറ്റ്. റൊട്ടേറ്റിംഗ് പ്ലേറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിൽ എന്താണ് നിരയായിട്ട് ബ്ലേഡ്സ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലിക്വിഡ് ഈ ബ്ലേഡിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പോൾ ആ ഷാഫ്റ്റ് അല്ലെങ്കിൽ ആ വീൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വൈൽ ഫ്ലോയിങ് ത്രൂ ദ ടർബൈൻ ദ വെലോസിറ്റി ആൻഡ് പ്രഷർ ഓഫ് ദ ലിക്വിഡ് റെഡ്യൂസസ്. ദീസ് റിസൾട്ട്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടോർക്ക് ഇൻ ദ ടർബൈൻ ഷാഫ്റ്റ്. അതായത് ഇപ്പോൾ ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് വന്ന് ആ ബ്ലേഡിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡ് ആ ടർബൈനിലൂടെ ഒഴുകുമ്പോൾ അതിൻ്റെ ഫോഴ്സിൽ വെലോസിറ്റിയിലെല്ലാം റിഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ അവിടെ ആ ഷാഫ്റ്റിലൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹൈഡ്രോളിക് ടർബൈൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണു എന്നാണ്. അപ്പോൾ ആ ഹൈഡ്രോളിക് എനർജി മെക്കാനിക്കൽ എനർജി കൺവേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഫ്ലൂയിഡ് വന്നിട്ട് നമ്മൾ ഈ ടർബൈനിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണ്. അപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ റൊട്ടേഷനാണ് അല്ലേ, അതൊരു മെക്കാനിക്കൽ എലമെൻ്റാണ് ഈ വീൽ എന്ന് പറയുന്നത്. അപ്പം മെക്കാനിക്കൽ എലമെൻ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വെള്ളം വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെലോസിറ്റിയും പ്രഷറിലെല്ലാം റിഡക്ഷൻ ഉണ്ടാവാം. അപ്പോൾ അവിടെ എന്താണ് ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യണു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി ടർബൈൻ മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഒരു ഡയഗ്രമാണ്. ഇത് നമ്മൾ റിസർവോയർ ആണ്, അത് ഡാമാണ്, ഡാമിൻ്റെ ബിൽഡിംഗ് ആണ്. ഡാം കൺസ്ട്രക്ഷൻ സ്ട്രക്ചറാണിത്. ഇവിടെ റിസർവോയർ ഉണ്ട്, വിച്ച് മീൻസ് ഡാമിലുള്ള വെള്ളം കിടക്കുന്ന ലെവലാണ്. ഇതാണ് ഇപ്പോൾ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് ലെവൽ നമ്മൾ ഹെഡ് റൈസ് എന്ന് പറയണു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ടെയിൽ റൈസ് ഇട്ടിട്ടുണ്ട്. ടെയിൽ റൈസ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വന്ന് ഈ ടർബൈനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇതിൽ വർക്കിനുള്ള വെള്ളം എടുത്ത് ആ വെള്ളം താഴെ പോണ വെള്ളം കിടക്കുന്ന ആ ലെവലിനെയാണ് ഈ ടെയിൽ റൈസ് എന്ന് പറയുക. അപ്പോൾ ഈ ടെയിൽ റൈസ് മുതൽ ഈ ഹെഡ് റൈസ് വരെയുള്ള ലെവലിനെ നമ്മൾ ഗ്രോസ് ഹെഡ് എന്ന് പറയും. GROSSHEAD, ഗ്രോസ് ഹെഡ്. അതിന് ഡിനോട്ട് ചെയ്യുന്നത് HG എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ H, സഫിക്സിൽ G എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെഡ് റൈസിൻ്റെയും ടെയിൽ റൈസിൻ്റെയും ഡിഫറൻസിനെയാണ് ഗ്രോസ് ഹെഡ് എന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഈ ഡാമിൽ എന്ത് ചെയ്യണ ഒരു പെൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാകും. പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പൈപ്പാണ്. ഈ കാണുന്നതാണ് പെൻ സ്റ്റോക്ക്, ഒരു ലോങ് പൈപ്പാണ്. ആ ലോങ് പൈപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഈ റിസർവോയിൽ നിന്നുള്ള വാട്ടറിനെ ക്യാരി ചെയ്ത് ടർബൈൻ എവിടെയാണോ ടർബൈനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈപ്പിലൂടെ വെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നു. ഈ പൈപ്പിൻ്റെ എൻഡിലായിട്ട് ഇവിടെ ഇത് നോസിലാണ്, ഈ നോസിൽ വെച്ചിട്ടുണ്ടാവും. ഈ നോസിലിൻ്റെ ഔട്ടിലൂടെ എന്താണ് വെള്ളം പോവുകയാണ്, ഹൈ വെലോസിറ്റിയിൽ വരികയാണ് ചെയ്യുക. ഹൈ വെലോസിറ്റിയിൽ വെള്ളം, ഇത് ടർബൈനാണ്. ഈ ടർബൈൻ്റെ ബ്ലേഡ്സ് ആണിത്. ബ്ലേഡ്സ് അല്ലെങ്കിൽ ബക്കറ്റ്സ് എന്നൊക്കെ പറയാം. ആ ബക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലേഡിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് വീലാണ്, ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് വീലാണ്. ഈ വീലിൻ്റെ ഔട്ടറിലാണ് ബ്ലേഡ്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബ്ലേഡ്സിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീൽ റൊട്ടേറ്റ് ചെയ്യും. ഈ വീല് ഈ കാണുന്നതാണ് ഷാഫ്റ്റ്. വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഷാഫ്റ്റ് നമ്മൾ ജനറേറ്ററായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് വെള്ളം ഇവിടെ ഉള്ളത്. ഓക്കെ, ആ വെള്ളം നമ്മൾ ഈ നോസിലൂടെ ഒഴുകുമ്പോൾ, നോസിൽ എന്താണ്, പൈപ്പ് ഫ്ലോ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പൈപ്പിലൂടെ ഒഴുകുമ്പോൾ ലോസസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ലോസസ് പഠിച്ചിട്ടുള്ളതാണ്. മേജർ ലോസ് ഉണ്ട്, മൈനർ ലോസസ് ഉണ്ട്. മൈനർ ലോസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ മേജർ ലോസ് കൺസിഡർ ചെയ്യാം. ഏത് ലോസാണ് ഉണ്ടാവുക? മേജർ ലോസിന് കാരണമായിട്ടുള്ള എന്താണ്, ഫ്രിക്ഷൻ ലോസാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവുമ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഇവിടെ എത്തുമ്പോൾ എന്താണ്, ഈ പൈപ്പിൻ്റെ ഇത്രയും ലെങ്ത്തിലൂടെ ഒഴുകുമ്പോൾ ആ ലെങ്ത്തിൽ ഉള്ള ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എൻഡ് ഓഫ് ദ നോസിലിൻ്റെ എൻഡിൽ ഇവിടെ കിട്ടുന്ന ഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്താണ്,
ലോസ് കഴിഞ്ഞിട്ടുള്ള ഹെഡ് ആയിരിക്കും ഉണ്ടാവുക. ആ ലോസ് എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ HF ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫ്രിക്ഷൻ ലോസ് എന്നാണ് പറയുന്നത് അല്ലേ, ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഹെഡ് എത്രയാണ്? ഗ്രോസ് ഹെഡ് ആണ്. ഗ്രോസ് ഹെഡിലുള്ള വാട്ടർ ഈ പെൻസ്റ്റോക്കിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ പെൻസ്റ്റോക്കിൽ ഉണ്ടാവുന്ന ലോസ് ആയ ഫ്രിക്ഷൻ ലോസ് കുറഞ്ഞിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നമ്മളിവിടെ ഔട്ടിൽ കിട്ടുക. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? HG മൈനസ് HF എന്ന് പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നെറ്റ് ഹെഡ് എന്ന് പറയുക. നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ്, ദ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെഡിനെയാണ് നെറ്റ് ഹെഡ് എന്ന് പറയുക. ആ ടർബൈൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഈ വാട്ടർ ചെന്ന് ആദ്യം സ്ട്രൈക്ക് ചെയ്യണില്ല, അതാണ് ഇൻലെറ്റ്. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് H എന്നാണ്, വെറും സിംപിളി H, ക്യാപിറ്റൽ ലെറ്റർ H എന്നാണ് പറയുക. അതെങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ഗ്രോസ് ഹെഡ് മൈനസ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഇവിടെ സർജ് ടാങ്ക് ആണ് ഈ കാണിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ടണൽ എന്ന് പറഞ്ഞാൽ ടണൽ മീൻസ് നത്തിങ്, പെൻസ്റ്റോക്കാണ്, പൈപ്പാണ്. ഇവിടെ നോസിലുണ്ട്. ദെൻ ഈ ഒരു വീല് കാണുന്നുള്ള ഈ വീലിനെ പറയുന്ന പേരാണ് റണ്ണർ എന്ന് പറയും. ഈ റണ്ണർ അല്ലെങ്കിൽ വീൽ എന്നൊക്കെ പറയാം. ഇത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ടർബൈനാണ്. ടർബൈൻ ഒരു പെൽറ്റൻ ടർബൈനാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇത് ഷാഫ്റ്റാണ്. ദിസ് ഈസ് ജെറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്ക് ചെയ്യാണ് കാണിച്ചിട്ടുള്ളത്. റണ്ണർ, ദെൻ ബക്കറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറഞ്ഞു. പെൽറ്റൻ വീലാണെങ്കിൽ പെൽറ്റൻ വീലിൽ നമ്മൾ ഈ കാണുന്നതിനെ ബക്കറ്റ്സ് എന്നാണ് പറയുക. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രാൻസിസിലൊക്കെ ആണെങ്കിൽ വെയിൻസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇതാണ് ജനറലി ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ ഒരു ചിത്രമാണ്. അപ്പോൾ എന്താണെന്ന് അറിയണം, അതിനുവേണ്ടി കാണിച്ചതെന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പെൽറ്റൻ ടർബൈൻ്റെ വർക്കിംഗ് ഉണ്ട്. അപ്പോൾ പറയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ടർബൈനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ ഇൻലെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയും. ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ ദ എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് ഫോം എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ദ എനർജി അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ഈസ് കൈനറ്റിക് എനർജി. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. തന്നെയാണ്. ഇപ്പോൾ ഇതിനെയാണ് എനർജി അല്ലേ, ഇതാണ് ഇൻലെറ്റ്. ഇവിടെ ഈ സ്ട്രൈക്ക് ഇതാണ് ഇൻലെറ്റ്. അപ്പോൾ ഈ ഇൻലെറ്റിൽ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നോസിലിൻ്റെ ഔട്ടിൽ വരുന്ന എനർജി എന്താണോ ആ എനർജിയാണ് നമുക്കിവിടെ ആദ്യം ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്യണ കിട്ടുന്നത് അല്ലേ. നോസിലിൻ്റെ ഔട്ടിൽ കിട്ടുന്ന എനർജി എന്താണ്? വെലോസിറ്റിയാണ്. അപ്പോൾ അവിടെയുള്ള എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഈ കൈനറ്റിക് എനർജി മാത്രമാണ് നമുക്ക് ഇൻലെറ്റിൽ കിട്ടുന്നതെങ്കിൽ, കാരണം ഈ ബ്ലേഡിൽ മാത്രം സ്ട്രൈക്ക് ഉള്ളൂ, ഈ ബക്കറ്റിൽ മാത്രമേ വെള്ളം വന്ന് സ്ട്രൈക്ക് ഉള്ളൂ, ഈ ടർബൈനിൽ ഇങ്ങനെ അകത്ത് വെള്ളം കയറിയൊന്നും പോകണില്ല അല്ലേ. അപ്പോൾ ഓൺലി കൈനറ്റിക് എനർജിയാണ് അവൈലബിൾ ആയിട്ടുള്ള അറ്റ് ദ ഇൻലെറ്റിൽ. അതിനെയാണ് നമ്മൾ പറയുക ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുക. അപ്പോൾ ആ ഇമ്പൾസ് ടർബൈനുള്ള എക്സാമ്പിളാണ് എന്ത്? പെൽറ്റൻ ടർബൈൻ. പെൽറ്റൻ ടർബൈൻ ഈസ് എക്സാമ്പിൾ ഓഫ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദ എനർജി ഈസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി, മനസ്സിലാക്കി വയ്ക്കുക. ദെൻ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയും. റിയാക്ഷൻ ടർബൈൻ എന്ന് പറഞ്ഞാൽ ദ എനർജി അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് ആൻഡ് പ്രഷർ ആണ്. കൈനറ്റിക് എനർജി ഉണ്ടാവും, പ്രഷർ എനർജി ഉണ്ടാവും. അതിനെയാണ് എന്ത്? റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ. ഇപ്പോൾ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോൾ, ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പല്ലറൊക്കെ പഠിച്ചില്ലേ? ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ ഈ വെയിൻസ് ഉള്ളത് പഠിച്ചില്ലോ, റേഡിയൽ കർവ്ഡ് വെയിൻസ് പഠിച്ചില്ലേ? അതൊക്കെയാണ് വരിക, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനർജി ഇതിനകത്ത് വരികയാണ്, ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ആദ്യം ഇവിടെ ഇതിന് ഔട്ടറിൽ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഇമ്പല്ലർ ഉണ്ടാവും. ദിസ് ഈസ് ഇമ്പല്ലർ. ദെൻ ഇവിടെ ഈ ഗൈഡ് വെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വാട്ടർ ഇതിലൂടെയാണ് വരിക. ഇതിലൂടെ വരുമ്പോൾ ഇവിടുത്തെ ഏരിയ, ഈ രണ്ട് ഏരിയയും വേരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വെലോസിറ്റി എനർജി ഉണ്ടാവും. ഇങ്ങനെ ഏരിയ കുറഞ്ഞതുകൊണ്ട് അവിടെ പ്രഷർ എനർജിയിലും വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ വെലോസിറ്റി എനർജിയും കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഉണ്ടാവും. അങ്ങനെയാണ് ഇവിടെ എനർജി അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത്. അതായത് ബോത്ത് പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും എന്താണ് അവൈലബിൾ ആയിരിക്കും ടർബൈൻ്റെ ഇൻലെറ്റിൽ. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്ന എക്സാമ്പിൾ ഫ്രാൻസിസ് ടർബൈൻ ആണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ റണ്ണർ. റണ്ണറിൽ വാട്ടർ ഒഴുകണ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത്. ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനൊരു എക്സാമ്പിളാണ് പെൽറ്റൻ ടർബൈൻ. ഇപ്പോൾ പെൽറ്റൻ ടർബൈൻ നമ്മൾ കണ്ടാണ്, ഇത് വീലാണ്, ഇത് ഷാഫ്റ്റാണ്. ഇവിടെ ഷാഫ്റ്റാണ്, ഇവിടെ ഇങ്ങനെ ബക്കറ്റ് ഉണ്ട്, ഇങ്ങനെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ നോസിലുണ്ടാവും, ഇവിടുന്ന് ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വരുന്നുണ്ട് അല്ലേ.
ഇതാണ്. ഇപ്പോൾ ഇമാജിൻ ദിസ് ഈസ് എ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ്. അപ്പോൾ ഈ ജെറ്റ്, ഇതാണ് വീൽ അല്ലേ, ഇതാണ് വീലിൽ എന്താണ് ടാൻജൻഷ്യൽ ആയിട്ടാണ് എന്ത് ഈ ജെറ്റ് പോകണം അല്ലേ. ഇത് വീലാണെങ്കിൽ ഇത് വീലാണെങ്കിൽ ഇവിടെ ഈ ജെറ്റ് എടുക്കുകയാണെങ്കിൽ ജെറ്റ് ഇതിൻ്റെ ടാൻജൻ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് ഇതിൻ്റെ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയണത്. ഇതിനെ പെൽട്ടൺ ടർബൈൻ. അപ്പോൾ ഈ ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ടാൻജൻഷ്യൽ ടു ദ പാത്ത് ഓഫ് റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ പാർട്ടിനെ അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്യുന്ന എലമെൻറ്റിനെ ടാൻജൻ്റ് ആയിട്ട് പോവുക. അപ്പോൾ ഞാനിവിടെ കാണിച്ചതിൽ എന്താണ്, നമ്മളെ വീലാണ്. ആ വീലിന് ടാൻജൻ്റ് ആയിട്ടാണ് വാട്ടർ പോണതെങ്കിൽ, അതായത് നമ്മുടെ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് പോണതെങ്കിൽ അതിനെയാണ് ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ഓക്കെ, അതും ഓർത്ത് വയ്ക്കുക. റേഡിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോസ് റേഡിയലി പോകണമെന്നാണ്. അതാണ് നമ്മൾ ഫ്രാൻസിസ് ടർബൈൻ്റെ കേസിൽ പറഞ്ഞത്. കാരണം അവിടെ ഇമ്പല്ലറുകളുണ്ട്. ഇമ്പല്ലർ ഉണ്ടാകുമ്പോൾ റേഡിയൽ ഡയറക്ഷനിലാണ് പോവുക. ഓക്കെ, അതായത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇമ്പല്ലർ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പുറമേയും കൂടി ഒരു കേസ് ഉണ്ടാവും. ഇപ്പോൾ വാട്ടർ ഇങ്ങനെയാണ് പോണത്, റേഡിയലി പോകണു. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ റേഡിയലി ആയിരിക്കും പോവുക. ഓക്കെ, ഒരു റേഡിയസിലായിരിക്കും പോവുക. ദിസ് ഈസ് ആക്സിസ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്സിസ് ഉണ്ടാവുക അല്ലേ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഇമ്പല്ലറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവുക. ഈ ഷാഫ്റ്റ് നമ്മളിപ്പോൾ ഈ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ റേഡിയലി ആണ് വാട്ടർ എൻട്രി. അതിനെയാണ് റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ആ റേഡിയൽ ഫ്ലോ ടർബൈനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഔട്ട്വേർഡ് ഫ്ലോ റേഡിയൽ ടർബൈനും ഇൻവേർഡ് ഫ്ലോ റേഡിയൽ ടർബൈനും. ഔട്ട്വേർഡ് ഫ്ലോ റേഡിയൽ ടർബൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാട്ടർ എൻ്റർ ചെയ്യുന്നത്, ഇഫ് വാട്ടർ എൻറ്റേഴ്സ് ഫ്രം ഇൻസൈഡ് ആൻഡ് ലീവ്സ് ഔട്ട്സൈഡ് ആണെങ്കിൽ ഔട്ട്വേർഡ് എന്ന് പറയും. അതായത് ഇപ്പോൾ സേ ദിസ് ഈസ് ഇമ്പല്ലർ, ഇത് ഇമ്പല്ലറാണ്. അപ്പോൾ ഇത് ഔട്ടർ പെരിഫെറിയാണ് അല്ലേ, ഇത് ഔട്ടർ പെരിഫെറിയാണ്. സപ്പോസ് വാട്ടർ അകത്ത് കൂടിയാണ് എൻ്റർ ചെയ്തെന്നിരിക്കട്ടെ, ഇൻലെറ്റ് അകത്ത് കൂടിയാണ്, ഇതിലൂടെ എൻ്റർ ചെയ്തു, ഇങ്ങനെ ലീവ് ചെയ്താൽ ഇതിനെ പറയും ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയും. നേരെ മറിച്ച് വാട്ടർ ഔട്ട്വേർഡിലൂടെ എൻ്റർ ചെയ്തു, അതാണ് ആരോ മാർക്ക് ഇട്ടിട്ടുള്ളത്. ദെൻ ഈ ഇന്നറിലൂടെ എന്ത് ചെയ്യാണ്, ലീവ് ചെയ്താൽ അതിന് ഇൻവേർഡ് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ റേഡിയൽ ഔട്ട്വേർഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോസ് റേഡിയലി ഔട്ട്വേർഡ്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് ലീവ് ചെയ്യണത്, വാട്ടർ എൻ്റർ ചെയ്ത് ലീവ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഔട്ട്വേർഡിലൂടെ ആയിരിക്കും ലീവ് ചെയ്യുക. അതായത് വീലിൻ്റെ ഔട്ടർ പെരിഫെറിയിലൂടെ ആയിരിക്കും ലീവ് ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ഫോർനിയർ ടർബൈൻ എന്ന് പറയുന്നത്. റേഡിയൽ ഇൻവേർഡ് ഫ്ലോ എന്ന് പറയുന്നത്, അതായത് ഇൻവേർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ എന്നും കൂടി പറയും കേട്ടോ. അതിനെ പറയും ഫ്ലോ റേഡിയലി ഇൻവേർഡ്സ്. ഔട്ടറിലൂടെ എൻ്റർ ചെയ്തിട്ട്, വീലിൻ്റെ ഔട്ടറിലൂടെ എൻ്റർ ചെയ്തിട്ട് ഇൻവേർഡിലൂടെ ലീവ് ചെയ്യുന്നതിനാണ് ഇൻവേർഡ് റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ഫ്രാൻസിസ് ടർബൈൻ. ഇനി അതേപോലെ അടുത്ത ഇതിലാണ് ഈ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിലുള്ള അടുത്തത് വരുന്നതാണ് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്ലോസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ടർബൈൻ. ഒരു ടർബൈൻ ഉണ്ടെങ്കിൽ ടർബൈൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അതിനെയാണ് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് കെപ്ലാൻ ടർബൈൻ എന്ന് പറയും. കെപ്ലാൻ ടർബൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഷാഫ്റ്റ് ആയിരിക്കും, ഈ ഷാഫ്റ്റിലൂടെ ബ്ലേഡ് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ബ്ലേഡ് ഉണ്ടെങ്കിൽ വാട്ടർ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഈ ബ്ലേഡിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരിക. അതായത് ഇത് ഷാഫ്റ്റ് ഉണ്ട്, ഇതാണ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിന് എങ്ങനെയാണ് പാരലായിട്ടാണ് വാട്ടർ എൻ്റർ ചെയ്യുക. അതിനെയാണ് ആക്സിയൽ ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ഇനി അതേപോലെ മിക്സ്ഡ് ഫ്ലോ ടർബൈൻ ഉണ്ട്. മിക്സ്ഡ് ഫ്ലോ ടർബൈൻ എന്ന് പറഞ്ഞാൽ വാട്ടർ എൻറ്റേഴ്സ് റേഡിയലി അറ്റ് ഔട്ടർ പെരിഫറി ആൻഡ് ലീവ്സ് ആക്സിയലി. വാട്ടർ എൻ്റർ ചെയ്യുന്നത് റേഡിയലിയും ലീവ് ചെയ്യുന്നത് ആക്സിയലിയും ആണെങ്കിൽ അതിനാണ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ. ഓക്കെ, നമ്മൾ ലാബിലൊക്കെ ഉള്ളത് മോഡേൺ ഫ്രാൻസിസ് ടർബൈൻ ആണ്. അപ്പോൾ റേഡിയലി എൻ്റർ ചെയ്യണു, റേഡിയലി എൻ്റർ ചെയ്തിട്ട് ഇങ്ങനെ റേഡിയലി എൻ്റർ ചെയ്തിട്ട് ആക്സിയലി ലീവ് ചെയ്യും. അതിനെയാണ് മിക്സ്ഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുക. ഓക്കെ,
അപ്പോൾ 2 ക്ലാസിഫിക്കേഷനായി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലാണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഹെഡ് അണ്ടർ വിച്ച് ദ ടർബൈൻ വർക്ക്സ്. ടർബൈൻ വർക്ക് ചെയ്യണ ഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഗ്രോസ് ഹെഡ് എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള ഹെഡാണെന്ന് പറഞ്ഞത്. ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗ്രോസ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് അവൈലബിൾ എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറഞ്ഞില്ലേ, നെറ്റ് ഹെഡ് എന്ന് പറഞ്ഞില്ലേ അല്ലേ. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഹെഡാണ് അല്ലേ, എനർജിയാണ്, ഇൻ ടേംസ് ഓഫ് മീറ്ററിലാണ് പറയുക. അപ്പോൾ ആ ഹെഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതിനാണ് ഹൈ ഹെഡ്, മീഡിയം ഹെഡ്, ലോ ഹെഡ് എന്ന് പറയും. ഹൈ ഹെഡ് ടർബൈൻ എക്സാമ്പിളാണ് ഇമ്പൾസ് ടർബൈൻ, അതായത് പെൽട്ടൺ വീലാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുക. പെൽട്ടൺ വീൽ അല്ലെങ്കിൽ പെൽട്ടൺ ടർബൈൻ എന്ന് പറയും. ഓക്കെ, അത് ഹൈ ഹെഡ് ടർബൈൻ ആണ്. ആ ഹൈ ഹെഡ് ടർബൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഹൈ ഹെഡ് ടർബൈൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 250 മീറ്ററിൽ കൂടുതലാണ് ആ ഹെഡിൻ്റെ വാല്യൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഈ ഹൈ ഹെഡ് ടർബൈൻ എന്ന് പറയുക. ഓക്കെ, എബോവ് 250 മീറ്റർ ആണെങ്കിൽ അത് ഹൈ ഹെഡ് ടർബൈൻ്റെ അണ്ടറിൽ വരികയാണ് ചെയ്യുക. ദെൻ മീഡിയം ഹെഡ് ഉണ്ട്. മീഡിയം ഹെഡിനുള്ള എക്സാമ്പിളാണ് ഇവിടെ റിയാക്ഷൻ ടർബൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിയാക്ഷൻ ടർബൈനിൽ തന്നെ ഫ്രാൻസിസ് ടർബൈനാണ് ഇത് മീഡിയം ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയം ഹെഡ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇങ്ങനെ ആയിരിക്കണം, 60 മീറ്ററിലും 60 മീറ്ററിൻ്റെയും 250 മീറ്ററിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ, അതായത് 60 to 250 മീറ്ററിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, മീഡിയം ഹെഡ് എന്ന് പറയും. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 60 മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ലെസ് ദാൻ 60 മീറ്റർ ആണെങ്കിൽ അതിനെയാണ് എന്ത്, ലോ ഹെഡ് ടർബൈൻ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. റിയാക്ഷൻ ടർബൈനിൽ ഏതാണ്, കെപ്ലാൻ ടർബൈൻ, പ്രൊപ്പല്ലർ ടർബൈൻ ആണ് ഇത് ലോ ഹെഡ് ടർബൈന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ ടർബൈൻ്റെ സ്പെസിഫിക് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഈ സ്പെസിഫിക് സ്പീഡ് ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. സ്പെസിഫിക് സ്പീഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് ലോ സ്പെസിഫിക് സ്പീഡ്, മീഡിയം സ്പെസിഫിക് സ്പീഡ്, ഹൈ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ലോ സ്പെസിഫിക് സ്പീഡിൽ എക്സാമ്പിളാണ് ഇമ്പൾസ് ടർബൈൻ, എക്സാമ്പിൾ പെൽട്ടൺ വീലാണ്. ആ സ്പെസിഫിക് സ്പീഡിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡിനെ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക, എൻ സഫിക്സിൽ എക്സ് ആണ്. ഈ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണെങ്കിൽ, ലെസ് ദാൻ 50 RPM ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ലോ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയും. ഇനി അതേപോലെ മീഡിയം സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഉണ്ട് 50 തൊട്ടിട്ട് 250 ആണ് റേഞ്ച് എങ്കിൽ അതിനെ എന്തെന്ന് പറയും, മീഡിയം സ്പെസിഫിക് സ്പീഡ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഫ്രാൻസിസ് ടർബൈൻ ആണ്. ഇനി ഹൈ സ്പെസിഫിക് സ്പീഡ് ആണെങ്കിൽ അതിനെന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ സ്പെസിഫിക് സ്പീഡ് ഗ്രേറ്റർ ദാൻ 250 ആണെങ്കിൽ അതാണ് ഏത്, ഹൈ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ്റെ എക്സാമ്പിൾ വാല്യൂ ഹൈ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ എന്ന് പറയുക. അതിനും റിയാക്ഷൻ ടർബൈൻ തന്നെയാണ്. അതിലേതാണ് കെപ്ലാൻ ടർബൈൻ, ഈ പ്രൊപ്പല്ലർ ടർബൈനൊക്കെയാണ് ഇത് ഹൈ സ്പെസിഫിക് സ്പീഡിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഹൈ ഹെഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ സ്പെസിഫിക് സ്പീഡ് വരിക. അപ്പോൾ ഹൈ ഹെഡ് പെൽട്ടൺ ടർബൈൻ ആണെങ്കിൽ ലോ സ്പെസിഫിക് സ്പീഡ് ആയിരിക്കും പെൽട്ടൺ ടർബൈൻ ഉണ്ടാവുക. മീഡിയം ഹെഡ് സെയിം തന്നെയാണ്, ഫ്രാൻസിസിനാണ് ഉണ്ടാവുക. ഹൈ സ്പെസിഫിക് സ്പീഡ് ഉള്ളത് കപ്ലാനാണ്, പക്ഷേ ഹെഡിൻ്റെ കേസിൽ കപ്ലാൻ ആയിരിക്കും ഇത് ലോ ഹെഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ബേസ്ഡ് ഓൺ ദ നെയിം ഓഫ് ദ ഒറിജിനേറ്റർ, ഇതത്ര കാര്യമല്ല, നെയിം ബേസ് ചെയ്തിട്ട് പറയും. ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുമ്പോൾ പെൽട്ടൺ ടർബൈൻ ആണ്. റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോൾ ഈ ഫ്രാൻസിസ് ടർബൈൻ, കെപ്ലാൻ ടർബൈൻ ഒക്കെയാണ് റിയാക്ഷൻ ടർബൈനിൽ വരിക. ഇനി നമ്മുടെ എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ എന്ന് പറഞ്ഞു. എഫിഷ്യൻസി ഓഫ് എ ടർബൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു തന്ന ചിത്രം ഒന്ന് മനസ്സിലുണ്ടാവണം. ആ ഹൈഡ്രോളിക് പവറിൻ്റെ വെച്ച് പറഞ്ഞത് ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയും. ആദ്യം ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയും. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ആ ചിത്രം വെച്ച് തന്നെ ഒന്ന് പറഞ്ഞുതരാം. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം വന്ന് സ്ട്രൈക്ക് ചെയ്യാനുണ്ട്. വെള്ളം വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിലാർക്കും നമുക്ക് ഡൗട്ടില്ല, ശരിയല്ലേ? വാട്ടർ വന്നു, ഇതിലൂടെ വാട്ടർ വന്നു,
വാട്ടർ വന്ന് ഇതിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ ഒരു എനർജിയാണ് അല്ലേ, വാട്ടറിൻ്റെ ഒരു എനർജിയാണ് ഈ ടർബൈൻ്റെ ബ്ലേഡിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് റണ്ണറാണ് അല്ലേ. ഈ ബക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ബക്കറ്റ് ഈ റണ്ണറിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റണ്ണറും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിതിന് പവറിൻ്റെ കേസ് പറയുമ്പോൾ ഇവിടെ ഒരു വാട്ടറിൻ്റെ പവർ ഇതിലേക്ക് കൊടുക്കണു. അപ്പോൾ എന്താണ്, റണ്ണറിനൊരു പവർ കിട്ടണു അല്ലേ. ആദ്യം എന്താണ്, ഒരു വാട്ടറിൻ്റെ പവറാണ് ഇതിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്, റണ്ണറിലേക്കാണ് കിട്ടുന്നത്. അപ്പോൾ റണ്ണർ ഇവിടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ റണ്ണറിലൊരു പവർ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈറ്റ എച്ച് എന്നാണ് ഡിനോട്ട് ചെയ്യുക. വിച്ച് മീൻസ് വി ക്യാൻ സേ ഇറ്റ് ആസ്, ഇവിടുത്തെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റണ്ണറിൽ കിട്ടുന്ന പവറാണ്, റണ്ണർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പവറാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം റണ്ണർ പവർ ബൈ വാട്ടർ പവർ എന്ന് എഴുതാം. കാരണം ഇവിടെ റണ്ണർ പവറാണ് എന്താ ഔട്ട്പുട്ട്, വാട്ടർ പവറാണ് ഇൻപുട്ട്. ഓക്കെ, ഇതാണ് ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. അതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് പവർ ഡെലിവേർഡ് ബൈ ദ വാട്ടർ ടു ദ റണ്ണർ, അതാണ് ഔട്ട്പുട്ട്. പവർ സപ്ലൈഡ് ബൈ വാട്ടർ അറ്റ് ഇൻലെറ്റിലേക്ക് സപ്ലൈ ചെയ്ത പവറിനെ നമ്മൾ വാട്ടർ പവർ എന്ന് പറയാം. അപ്പോൾ വാട്ടർ റണ്ണറിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന പവറാണ് റണ്ണർ കാരണം കിട്ടുന്നത്, അത് റണ്ണർ പവർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്നാൽ പവർ അറ്റ് ഷാഫ്റ്റ് ബൈ പവർ അവൈലബിൾ എന്ന് പറഞ്ഞാൽ വാട്ടറാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഷാഫ്റ്റിൽ കിട്ടുന്ന പവറാണ് നമ്മൾ ഈ റണ്ണർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പവർ അറ്റ് ഷാഫ്റ്റിനൊക്കെ നമ്മൾ എക്സ്പ്രഷൻ ഉണ്ട്, ആ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെറൈവ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, എന്താണ് പവർ എന്ന് വെച്ചാൽ നമ്മൾ എഴുതണം, ഇവിടെ ഷോർട്ടായിട്ട് പറയാം, റണ്ണർ പവർ ആർ പി ബൈ വാട്ടർ പവർ WP എന്ന് പറയാം. ഓക്കെ, അതേപോലെയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ സെയിം തിങ് ആണ്, പവർ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ, ഷാഫ്റ്റിൽ കിട്ടുന്ന, അതായത് നമ്മൾ എക്സാമ്പിൾ ഈ ഒരു ചിത്രം വെച്ചിട്ട് തന്നെ പറയാം. ഇത് വെച്ചിട്ട് തന്നെ പറയുമ്പോൾ ആദ്യം ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ കേസാണ് പറഞ്ഞത്. ആദ്യം നമ്മൾക്ക് ഇവിടെ വാട്ടറിൻ്റെ പവർ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ വാട്ടറിൻ്റെ പവറിൽ നിന്ന് കിട്ടിയ എനർജി കൊണ്ട് ഇവിടെ റണ്ണർ കറങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, ഈ റണ്ണർ കറങ്ങുന്നുണ്ട്, ഈ ഔട്ടറിലെ റണ്ണർ, ഈ റണ്ണറിലാണ് എന്തുള്ളത്, ഈ ഷാഫ്റ്റ് ഉള്ളത്. ഈ റണ്ണർ കറങ്ങുമ്പോൾ റണ്ണറിന് കിട്ടുന്നുള്ള എനർജി എന്താണ്, ഈ ഷാഫ്റ്റിലേക്ക് കൊടുക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് പറഞ്ഞത്. അപ്പോൾ ഓൺലി മെക്കാനിക്കൽ കമ്പോണൻറ്റ്സ് തമ്മിലുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ റണ്ണറും ഈ ഷാഫ്റ്റും തമ്മിലുള്ള കണക്ഷനാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് റണ്ണറാണ്, ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഷാഫ്റ്റാണ് അല്ലേ. അപ്പോൾ ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവറിനെയാണ് എന്തെന്ന് പറയുക, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈറ്റ എം എന്നാണ് ഇടുക, വിച്ച് മീൻസ് ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ. ഇതിനെയാണ് എന്ത്, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുക. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ. ഓക്കെ, പവർ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ, അതാണ് ഔട്ട്പുട്ട്. പവർ ഡെലിവേർഡ് ടു ദ റണ്ണറിലേക്ക് ഡെലിവേർഡ് ചെയ്തിട്ടുള്ളത്, അതാണ് റണ്ണർ പവർ. ഓക്കെ, ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ. അതേപോലെ വോളിയോമെട്രിക് എഫിഷ്യൻസി ഉണ്ട്. വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെർട്ടൈൻ വോളിയം ഓഫ് വാട്ടർ ആയിരിക്കും ആക്ച്വലി റണ്ണറിൽ സ്ട്രൈക്ക് ചെയ്യേണ്ടാവും. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ സപ്ലൈ ടു ദ ടർബൈൻ. ഇപ്പോൾ നോസിലിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന ഒരു ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ട് അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്, അതിനൊരു സെർട്ടൈൻ വോളിയം ഉണ്ടാവും, അതിനാണ് വോളിയം ഓഫ് വാട്ടർ സപ്ലൈ ടു ദ ടർബൈൻ. ആ വോളിയം ഓഫ് വാട്ടർ ആണല്ലോ ടർബൈനിലേക്ക് സപ്ലൈ ചെയ്യണത്. ആ വാട്ടർ തന്നെ എന്തായിരിക്കണം, അവിടെ ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല അല്ലേ, അവിടെ എന്താണ് ലോസസ് ഉണ്ടാവും. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ആക്ച്വലി സ്ട്രൈക്കിംഗ് ദ റണ്ണർ, ആ റണ്ണറിൽ ആക്ച്വലായിട്ട് സ്ട്രൈക്ക് ചെയ്ത വാട്ടറിൻ്റെ വോളിയം ബൈ വോളിയം ഓഫ് വാട്ടർ സപ്ലൈ ടു ദ ടർബൈൻ. ഇതിനെയാണ് എന്ത്, വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുക. ഈറ്റ വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി അതേപോലെയാണ് ഓവറാൾ എഫിഷ്യൻസി എന്ന് പറയും. ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ. ഓവറാൾ എഫിഷ്യൻസി ഓൾ ടുഗദർ നമ്മൾ അവസാനം എന്താണ്, ടർബൈനിലെ ഏറ്റവും
അവസാനം നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മളിവിടെ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇവിടെ നിന്ന് ഇതുവരെയുള്ള കണക്ഷനാണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇതും തമ്മിലുള്ള കണക്ഷനാണ്, ഈ മെക്കാനിക്കൽ റണ്ണറും ഷാഫ്റ്റും തമ്മിലുള്ള കണക്ഷൻ. അപ്പോൾ ഓവറാൾ കഴിഞ്ഞു അല്ലേ. ഓവറാൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻപുട്ട് ഓവറാളായിട്ട് ഇരിക്കുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന വാട്ടർ പവറാണ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന പവറാണ് ഔട്ട്പുട്ട് പവർ എന്ന് പറയുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ കിട്ടുന്ന എനർജി, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ വാട്ടറിൽ നിന്ന് കിട്ടുന്ന എനർജിയുമാണ്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ എന്നാണ്. ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവർ, അതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഈറ്റ ഒ എന്ന് കൊടുക്കും. വിച്ച് മീൻസ് ഓവറോൾ എഫിഷ്യൻസി ഈറ്റ ഒ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ ഷാഫ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് ആയിട്ട് ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. ടർബൈൻ്റെ ഇൻലെറ്റിൽ സപ്ലൈ ചെയ്തിരിക്കുന്ന പവർ എന്നാണ്. അതായത് അപ്പോൾ വോളിയം ഓഫ് വാട്ടർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വോളിയം ഓഫ് പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടർബൈൻ എന്നും പറയുക. അതാണ് എന്ത്? ഷാഫ്റ്റ് പവർ. ഇപ്പോൾ പവർ സപ്ലൈഡ് ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ വാട്ടർ പവർ ഉണ്ട്. ഇപ്പോൾ SP/WP ആണ്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്, ഷാഫ്റ്റ് പവർ വാട്ടർ പവർ എന്നുള്ളത്. ഈ ഷാഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസി നമ്മൾ നോക്കിയിട്ടുണ്ട്, അതുപോലെ ഹൈഡ്രോളിക് എഫിഷ്യൻസി നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ്? റണ്ണർ പവർ ബൈ വാട്ടർ പവർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതെന്തിനാണ് പറയണമെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഷാഫ്റ്റ് പവർ ബൈ വാട്ടർ പവറിലെ ഷാഫ്റ്റ് പവറിനെ നമ്മൾ ഒരു ടേമിൽ എഴുതുകയാണ്, വാട്ടർ പവറിന് ഒരു ടേമിൽ എഴുതുകയാണ്. എങ്ങനെ എഴുതാം? ഇപ്പോൾ ഷാഫ്റ്റ് പവർ പറഞ്ഞാൽ എഴുതാം, നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നോക്കുക. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് ഷാഫ്റ്റ് പവർ ബൈ റണ്ണർ പവർ ആണ്. അപ്പോൾ ഷാഫ്റ്റ് പവറിനെ നമുക്ക് മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു റണ്ണർ പവർ എന്ന് എഴുതാം. ഓക്കെ, മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു റണ്ണർ പവർ എന്ന് എഴുതാം. അതേപോലെ ഈ റണ്ണർ പവർ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ വാട്ടർ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അറിയാം. ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റണ്ണർ പവർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇൻറ്റു വാട്ടർ പവർ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ഷാഫ്റ്റ് പവറിന് പകരം നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. ഷാഫ്റ്റ് പവറിന് പകരം നമ്മൾ മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു റണ്ണർ പവർ എന്നും, വാട്ടർ പവറിന് പകരം ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇൻറ്റു വാട്ടർ പവർ എന്നും എഴുതുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ഇങ്ങനെ കിട്ടും, മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഈ ഷാഫ്റ്റ് പവറിനെയും വാട്ടർ പവറിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എന്ത്? മെക്കാനിക്കൽ എഫിഷ്യൻസി ഇൻറ്റു ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് കിട്ടും. അപ്പോൾ ഈ ഓവറാൾ എഫിഷ്യൻസിനെ എഴുതുന്ന വേറൊരു റിലേഷൻ കൂടിയാണ്. ഓവറാൾ എഫിഷ്യൻസി ഈസ് റിലേറ്റഡ് ടു മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നതിൽ, അതാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് എഫിഷ്യൻസീൻ്റെ കേസ്. എഫിഷ്യൻസീസിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയാണ്. ഇനി ടർബൈൻ്റെ വെലോസിറ്റി ട്രയാങ്കിളും കാര്യങ്ങളാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.